അറിയാവുന്ന ആൾക്കാരാണെ കയറ്റിവിടാം. എന്തായാലും വിളിക്കാം. അവരറിയാവുന്ന ആളോ നോക്കൂ കേട്ടോ. ഈ വൈകിയ വേളയിൽ അവരെന്തിനാ വന്ന് ചോദിക്കാം, അവരോട് തന്നെ ചോദിക്കാം നമുക്ക് കേട്ടോ. ഇത്രയും വൈകിയ വേളയിൽ എന്താ അവർ വന്നതെന്നുള്ളത്. ഒന്ന് വരുമോ, ഒന്ന് അകത്തേക്ക് വരുമോ? ആളെ വേണ്ടത്ര മനസ്സിലായിട്ടില്ലാന്ന് തോന്നുന്നു. നന്നായിട്ട് മനസ്സിലായി. അവരെയൊക്കെ അറിയോ ചാക്കോച്ച? ചെറുതായിട്ട്. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു ചെറിയ പരിചയം ഉണ്ടല്ലേ നിങ്ങളെല്ലാരും തമ്മില്? എന്താണത്? നേരത്തെ ഈ പരിപാടി പേര് തന്നെ നിറസല്ലാപം എന്നാണ്. അതെ. അപ്പൊ ഈ സല്ലാപത്തിന്റെ ഈ സൗഹൃദത്തിന്റെ വലിയൊരു നിറക്കൂട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ. ഞങ്ങളൊക്കെ കോളേജ് കാലത്ത് ഇവരൊക്കെ കുറച്ചുപേര് സ്കൂള് തൊട്ട് പഠിച്ചവരാണ്. പക്ഷേ എത്രത്തോളം ഹൈറ്റിലേക്ക് പോകുമ്പോഴും ആ റിലേഷൻഷിപ്പിന്റെ റൂട്ട് വളരെ കൃത്യമായി കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ചാക്കോച്ചൻ. അപ്പൊ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം. അത് നമുക്ക് എല്ലാവർക്കും നേരിട്ട് അനുഭവമുള്ള കാര്യവും കൂടിയാണ്. അപ്പൊ എങ്ങനെയാണ് പരിചയം? ചാക്കോച്ചനായിട്ട് എപ്പോഴാണ് അവിടെ പഠിച്ചത്? ഞാൻ ഡിഗ്രി ഞങ്ങള് ഒരുമിച്ച് എസ് ടി കോളേജായിരുന്നു. പേര്? ഞാൻ അഡ്വക്കേറ്റ് മനോജ് കുമാർ. ഓക്കെ. ആലപ്പുഴയാണ്. ഇപ്പോഴും ചാക്കോച്ചനുമായിട്ട് ബന്ധമുണ്ട്. അടുത്ത ഒന്നും ചോദിക്കാം. എന്റെ പേര് സന്തോഷ് എന്നാണ്. എല്ലാവരുടെ ഇരട്ട പേരുകൾ പറയണം ചാക്കോച്ചൻ. ഉറപ്പായിട്ട് പറയും. ഞാനും കുഞ്ചാക്കോയായിട്ട് 5ാം ക്ലാസ് മുതൽ പഠിച്ചതാണ്. 5ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ചത്? ഇപ്പോഴും ആ ബന്ധമുണ്ട്. 5ാം ക്ലാസ് ഒരുമിച്ച് പഠിച്ച ആളിന്റെ മുടിയൊക്കെ കണ്ടായിരുന്നല്ലോ അല്ലേ? അതിന്റെ കഥ വേറെ ഞാൻ പറയാം. ഈ ആന്റിനാന്ന് വിളിക്കുന്നത് എന്താ പുള്ളിയെ? അവിടെ ഒരു ഇലക്ട്രോണിക് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്ത് ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള ഡൗട്ടുകളും അവനോടാണ് ചോദിക്കുന്നത്. റേഡിയോ സെന്റർ എന്ന് പറഞ്ഞ കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ആന്റീന പണ്ട് നമ്മുടെ ഈ റേഞ്ച് കിട്ടാൻ വേണ്ടിട്ട് ടിവിയുടെ ആന്റീന എന്നാണ് വിളിച്ചോണ്ട്. ഏതോ ആന്റീനെ എന്നാണ് ഞാൻ കേട്ടത്. നിന്റെ സ്വഭാവം അനുസരിച്ച് അതേ പറയുള്ളൂ. എനിക്കറിയാലോ. ഞാൻ അന്ന. എനിക്ക് ആക്ച്വലി ചാക്കോച്ചനെ കൊച്ചിലെ മുതൽ അറിയാം. UKG പഠിച്ചിട്ടുണ്ട്. സൺഡേ സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ട്യൂഷൻസ് ഉണ്ട്. പിന്നെ ഞങ്ങള് സെയിം ഡാൻസ് ടീച്ചറാ. പക്ഷെ പുള്ളി അങ്ങനെയായി, ഞാൻ ഇങ്ങനെയായി. ചാക്കോച്ചനെ വിടാതെ പിടിച്ചേക്കുവായിരുന്നല്ലേ? എന്റെ പേര് ആദർശ്. നിന്റെ പേര് പറയണോ? ഞാൻ ഇപ്പൊ ആക്റ്റീവ് അല്ലല്ലോ അത്. ഇപ്പൊ ഇരട്ടപ്പേരുമായിട്ട് ബന്ധമില്ല. കാരണം പണ്ട് ഭയങ്കര മെലിഞ്ഞായിരുന്നിരുന്നത്. അതുകൊണ്ട് അസ്ഥി എന്നാണ് അവനെ വിളിച്ചോണ്ട്. ഓ അത് ശരി. ഞാൻ 9th തൊട്ട് പഠിച്ചു തുടങ്ങിയത്. 9th തൊട്ട് ഒരുമിച്ചായിരുന്നു അല്ലേ? എന്റെ പേര് ദിപ്പു. എടാ നിന്റെ ഇരട്ടപ്പേര്? ഇല്ലായിരുന്നു ഇരട്ടപ്പേരില്ലായിരുന്നു. എന്തൊരു കഷ്ടം.